കേരള ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പോൾ എങ്ങനെയുള്ള ഗേളാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇത് നമ്മുടെ കേരളത്തം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പൊന്നേ, ഇത് കണ്ടോ, കേരള തനിമയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മലയാളി തനിമയുള്ളൊരു കുട്ടി തന്നെ നമുക്ക് കിട്ടിയിരുന്നു. ഇൻസ്റ്റാഗ്രാം റീൽസ് ഐഡിയാസ്, ഇൻസ്റ്റാഗ്രാമിലെ റീൽസിൻ്റെ ഐഡിയാസ് ഒന്ന് ചോദിച്ചതാണ്. അപ്പോൾ എന്താണ് വരുന്നത്? അതൊരു ഗൈസ്, ഹലോ നമസ്കാരം. പോപ്പിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ തമ്പനയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഈ വാട്സപ്പിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് മെറ്റ AI. നമ്മുടെ ഫോണിൽ എത്തിയിരിക്കുകയാണ്, വാട്സപ്പിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇത് എല്ലാവരുടെ ഫോണിൽ വന്നിട്ടില്ല കേട്ടോ. അങ്ങനൊരു സംഭവമുണ്ട്. പക്ഷേ എൻ്റെ ഫോണിൽ എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങളുടെ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് ഫോണിൽ ഇത് അപ്ഡേറ്റായി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് സംഭവം എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് AI ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ചാറ്റ് GPT ഇല്ലേ, ചാറ്റ് GPTയിൽ വരുന്ന ആ സംഭവങ്ങളൊക്കെ നമുക്കിതിൽ യൂസ്ഫുള്ളായിട്ടുള്ളൂ. ആരും വിഷമിക്കേണ്ട, എല്ലാവരുടെ ഫോണിലും പതുക്കെ എത്തിയിരിക്കും. നമുക്ക് ഒരുപാട് യൂസ് വരുന്ന, നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് തരും, സ്ക്രിപ്റ്റ് പ്രോംപ്റ്റ് ചെയ്ത് തരും, ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ ഇമേജ് ജനറേറ്റ് എന്ന് പറയുന്ന ഫീച്ചർ ഇതിനകത്ത് ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള ആളാണ് ഞാൻ. കാരണം ഇതിനു മുമ്പ് വന്ന മിഡ് ജേർണി, അഡോബ് ഫയർഫ്ലൈ, ഇതിലൊക്കെ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഇതൊരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് പെയ്ഡ് വെർഷനാണ്, അതല്ല. അപ്പം ഇതങ്ങനല്ല കേട്ടോ. പക്ഷേ അത്രത്തോളം ഓപ്ഷൻസ് ഉണ്ട്. ഒരു 4 ഓപ്ഷൻസ് വരെ നമുക്ക് അഡോബ് ഫയർഫ്ലൈയിലൊക്കെ കാണിക്കുമെങ്കിൽ ഇതിൽ ഇമേജ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഓപ്ഷനുള്ളൂ എന്നൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് കിടില് കളിയാ. ഇപ്പോൾ മെറ്റ AI എന്താണ്, മെറ്റ AI എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇരുത്തി പുഴിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആക്കുക. വാട്സപ്പ് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത് നമ്മുടെ കോൺടാക്റ്റ് പ്ലസ് ചിഹ്നത്തിൻ്റെ തൊട്ട് മേളിൽ ആയിട്ടാണ് മെറ്റ AIയുടെ ഐക്കൺ വരുന്നത്. ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഓൾറെഡി ഞാനിത് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് എനിക്ക് മറ്റു ഓപ്ഷനുകളൊന്നും ചോദിക്കാത്തത്. ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് ഞാനിത് നേരത്തെ ഓപ്പൺ ചെയ്തുകൊണ്ടാണ് കേട്ടോ എനിക്ക് മറ്റു ഓപ്ഷൻസുകളൊന്നും കാണിക്കാതിരിക്കുന്നത്. അപ്പോൾ എന്തും AIയോട് ചോദിക്കാം എന്നാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. ഹൗ ടു കുക്ക് ചിക്കൻ നൂഡിൽസ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പ്രോസസ്സിങ് നടക്കുകയാണ്. സെക്കൻഡുകൾക്കുള്ളിലാണ് അതിൻ്റെ ഉത്തരം വന്നിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ്, വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഡീറ്റെയിലായിട്ട് എക്സാമ്പിൾ ഉൾപ്പെടെയാണ് നമുക്ക് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. ചാറ്റ് GPT പോലെ തന്നെയാണ് മെറ്റയുടെ AI. വളരെ യൂസ്ഫുൾ ആണ്. എല്ലാ കാര്യങ്ങളും ഇതുപോലെ നമുക്ക് സംശയമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻ മെറ്റ AI നമുക്ക് തരുന്നതായിരിക്കും. ഇനി നമുക്ക് വേറൊന്ന് നോക്കാം. ഇൻസ്റ്റാഗ്രാം റീൽസ് ഐഡിയാസ്, ഇൻസ്റ്റാഗ്രാമിലെ റീൽസിൻ്റെ ഐഡിയാസ് ഒന്ന് ചോദിച്ചതാണ്. അപ്പോൾ എന്താണ് വരുന്നത്? അതൊരു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഉത്തരം വന്നേക്കണ്ടോ. ഹിയർ ആർ സം ഇൻസ്റ്റാഗ്രാം റീൽസ് ഐഡിയാസ് ടു ഗെറ്റ് യു സ്റ്റാർട്ടഡ്. ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ്, ബിഹൈൻഡ് ദ സീൻസ് ഗ്ലിംസ്, പ്രോഡക്റ്റ് ഡെമോസ് ആൻഡ് അൺബോക്സിങ്. ഉണ്ടോ, എല്ലാം നമ്മൾ സാധാരണ ഒരു വ്ളോഗർ ചെയ്യേണ്ട എന്തൊക്കെയാണ് എന്ന് ഒരു ഐഡിയ, നമ്മുടെ കണ്ടന്റിന് വേണ്ടി ഫുൾ ഐഡിയ ഏതാണ്ട് 20 കണ്ടന്റ് നമുക്കിപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ തന്നിരിക്കുകയാണ്. കണ്ടോ, ഇൻസ്റ്റാഗ്രാം റീൽസ് ഐഡിയ. ഇത് ഇൻസ്റ്റാഗ്രാമിന് മാത്രമല്ല യൂട്യൂബേഴ്സിനും ഒരുപാട് ഉപകാരമുള്ള സംഭവമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം റാബിറ്റ് ആൻഡ് ടോട്രോയ്സ് റണ്ണിങ് ഓൺ ദ റോഡ്, കൂടെ ഓഡിയൻസ് ക്ലാപ്പിംഗ്. മലയാളമൊക്കെ താ കയറി വന്നാക്കുന്നത്. ഓഡിയൻസ് ക്ലാപ്പിംഗ്. നമുക്ക് ഇമേജ് വരുമെന്ന് നോക്കാം. ടൈപ്പ് ചെയ്തതുപോലെ തന്നെ ഇമേജ് വരുമോ നോക്കാം. പ്രോസസ്സിങ് നടക്കുകയാണ്. ലോഡിങ് ആവുന്നു. എൻ്റെ പൊന്നേ, കണ്ടോ, ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. കാരണം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് കിടില ഇമേജ് ആയിട്ടാണ്. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ, ക്വാളിറ്റി ഇമേജ്. ആ ലൈറ്റിംഗ് ഒക്കെ കണ്ടോ, പക്ക ലൈറ്റിംഗ് ആണ്. ഷാഡോ എല്ലാം ഒക്കെയാണ്. പെർഫെക്ഷൻ കണ്ടോ. ആമയും മുയിലും റോഡിൽ ഓടുന്നു, കാണികൾ പുറകിൽ നിന്ന് കൈയടിക്കുന്നു. ഇതാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ വന്നു. ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേരള ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പോൾ എങ്ങനെയുള്ള ഗേളാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇത് നമ്മുടെ കേരളത്തം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പൊന്നേ, ഇത് കണ്ടോ, കേരള തനിമയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മലയാളി തനിമയുള്ളൊരു കുട്ടി തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നു. അടിപൊളി. എന്ത് വേണം, സ്റ്റാറ്റസൊക്കെ ഇടാനും
റീൽസ് ഇടാനും എല്ലാം നമുക്ക് ഇനി ഇത് ഉപയോഗിക്കാം. ഈ പടങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്കതിനെ കട്ട് ചെയ്ത് റീൽസ് ഉണ്ടാക്കാൻ പറ്റും. മലയാള ആക്ടർ മോഹൻലാലിൽ നിന്ന് ടൈപ്പ് ചെയ്തേക്കാം. ഓംബാവ അമ്പലം ഇല്ല, കാരണം സെലിബ്രിറ്റീസുകളോ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സുകളോ ഒന്നും നമുക്ക് ഇതിൽ കിട്ടത്തില്ല. അപ്പോൾ ഈ ചിത്രം എങ്ങനെ സേവ് ചെയ്തെന്ന് വെച്ചാൽ ഏറ്റവും വലതു ഭാഗത്ത് മുകളിലായിട്ട് ഓപ്ഷനിൽ സേവ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതുവഴി നമുക്ക് ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. കൂടാതെ സ്റ്റിക്കറാക്കി മാറ്റാനും നമുക്ക് പറ്റും. എങ്ങനെ സ്റ്റിക്കറാക്കാന്ന് വെച്ചാൽ ക്രിയേറ്റ് സേവിൻ്റെ തൊട്ട് താഴെയുള്ള ക്രിയേറ്റ് സ്റ്റിക്കർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് അതിൻ്റെ സ്റ്റിക്കറായി വന്നു. ഇനി നമുക്ക് ഇതിന് എന്തെങ്കിലും ടെസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടൈപ്പ് എടുത്ത് ടൈപ്പ് ടൂൾ എടുക്കുക, എന്നിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, എന്നെ ഇഷ്ടമായോ. അതിൻ്റെ ഫോണ്ടൊക്കെ നമുക്കൊന്ന് താഴെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഒന്നിനൊരു ഫോണ്ടുകളുണ്ട്, ഫോണ്ട് സ്റ്റൈൽ വെക്കാം. ഇതിന് ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്. ഈ വേണ്ട വലുപ്പത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് രീതിയിൽ വെക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ വാക്കാണ് ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് കോമഡി രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് സേവ് ചെയ്ത് ആഡ് ഫേവർ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അടിപൊളി ഒരു സ്റ്റിക്കറാക്കി മാറ്റാൻ പറ്റും കേട്ടോ. നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റിക്കർ ആഡ് ഫേവറേറ്റ് കൊടുത്താണ്. അപ്പം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള മെറ്റ AI കിടിലൻ ഫീച്ചറാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനം എന്നോടൊപ്പം ഉണ്ടാകണം, നിങ്ങളുടെ കട്ട സപ്പോർട്ട് എന്നോട് കൊണ്ടുണ്ടാകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.